എവിടേക്കാ ഈ പായണേ? നല്ലോണം വൈകി. ഇനി പോരെ ചെന്ന് ഉമ്മാനോട് 1000 കുളൂസ് പറയണം. ഉമ്മാന്റെ കാര്യം ഈ വിട്ടേക്ക്. ഈ അബ്ദുവിന്റെ കൂടെ ആയിരുന്നു പറഞ്ഞാൽ ഒരു പെരുത്ത സന്തോഷാവുള്ളൂ. പിന്നെ ആണൊരുത്തന്റെ കൂടെ ഒരു ചുറ്റണല്ലേ. ഉമ്മാക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു വർത്താനം. ഉമ്മാക്ക് അബ്ദുവിനെ പെരുത്ത് ഇഷ്ട. പണ്ട് അന്നയും കുട്ടി സ്കൂളിൽ പോകുമ്പോ എന്നും ഉമ്മ വിളിച്ചു പറയായിരുന്നു, അബ്ദു ഇജ്ജന്റെ ആമിനാനെ നോയിക്കോണേന്ന്. അതിന്റെ അർത്ഥം എന്താണെന്നറിയാം? ഒലക്ക. മില്ലി ഇനി എത്ര കണ്ടി മരം ഇറക്കാൻ ബാക്കിയുണ്ട്? ഒരു 30 കണ്ടി ഉണ്ടാവും. അതാരാ? അന്റെ ഉപ്പാപ്പ ഒന്ന് ഇറക്കൂ. തങ്ങളെ പെരക്കുള്ള തടി മുഴുവൻ കൊടുത്തയച്ച? ഇല്ല. എന്തേ? അല്ല, മലേന്ന് തെരപ്പം വരട്ടെന്ന് വിചാരിച്ചിട്ട്. ഇജ്ജെന്നെ മക്കാറാക്ക? കുറച്ചു മുമ്പ് എന്റെ മുഖത്ത് ചെറിയ ചോപ്പൊക്കെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇവിടെ പോയി. ആദ്യം അവനവന്റെ പണി ചോവിനും ചേരലും ചെയ്യ്. അത് കഴിഞ്ഞിട്ട് മതി പെണ്ണുങ്ങളെ പുറകെ കൊഞ്ചാനും കൊയ്യാനും പോണത്. കഴിഞ്ഞ തവണ ഈ അംസയും കുഞ്ഞമ്മതും കൂടി ഇറച്ചിക്കാരൻ മജീന്റെ ചന്തയിലിട്ട് വെട്ടിപ്പോ എത്ര ആളാ നോക്കുന്നത്? എന്നിട്ടും പോലീസുകാരൻ സാക്ഷിക്കാരൻ കാല് പിടിച്ച് ഞാൻ ഇവരെ രക്ഷിച്ചതാ. പക്ഷെ ഇത്തവണ അവൻ പോലീസുകാരനെ കുത്തിക്കൊന്നറണം. പാട്ടത്തിന് കൊടുത്ത പറമ്പിൽ ഓനോടാരാ പൊര വെച്ച് കിട്ടാൻ പറഞ്ഞത്? ഇവൻ ചോദിക്കാൻ നിന്നപ്പോ കത്തിയെടുത്ത് ചാടിയിരിക്കണ്. കുത്താൻ വരുന്ന പോത്തിനടുത്ത് വിവരം പറഞ്ഞത് നിൽക്കുവോ? അതൊക്കെ നിങ്ങളുടെ കഥ. കോടതിയുടെ കഥ വേറെയാ. എന്നെ കൊണ്ട് കഴിയുന്നൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഈശ്വരൻ നിശ്ചയിക്കണ മാതിരിയാ. അന്റെ ഈശ്വരനല്ലല്ലോ, ജഡ്ജിയല്ലേ തീർപ്പ് പറയേണ്ടത്. അയാളുടെ പേരാ ഞാൻ പറഞ്ഞത്, ഈശ്വരയ്യര്. നിങ്ങളോട് നമ്മൾ ആ ബീരാന്റെ പേരിൽ ബക്കാലത്ത് അയക്കാൻ പറഞ്ഞല്ലേ സ്വാമി? ദാ വന്നിരിക്കണു നിങ്ങളുടെ മകൻ ഉമ്മറ. അവനാ പറഞ്ഞ എന്നോട് കേസ് കൊടുക്കണ്ടത്. ഓൻ എന്തിനാണ് ഈ വേണ്ടാത്ത പണിയെന്ന് ചോദിക്ക്. എളാപ്പ, മരക്കച്ചവടം ബാപ്പാന്റെ നമ്മളേറ്റപ്പോ പഴയ കണക്കെല്ലാം പറഞ്ഞ് തീർപ്പാക്കിയതാ. അതിൻ്റെ ഉള്ളിൽ പെടുത്തിയിട്ടുണ്ടല്ലോ ബീരാന് കൊടുക്കേണ്ട ഈ കായും. നമ്മളും ബീരാനും കൂടെ എല്ലാം പറഞ്ഞ് വെടിപ്പാക്കിയിരിക്കുന്നു. പിന്നെന്തിനാ ബാപ്പാക്ക് കേസും കൂട്ടും? എന്നാലും വലിയ ഏർപ്പാടാക്കിയതിന് ഈ എതിരിക്കാൻ പറഞ്ഞോ പറ. എന്തെതിരാക്കിയതാ കുഞ്ഞളാപ്പ? ഇപ്പൊ ഉള്ള കേസ് നടത്തിക്കൊണ്ടുപോകാൻ തന്നെ ബാപ്പാടെ കായിണ്ട. വക്കീലും കോടതിക്കും കൊടുത്തു തന്നെ ഒരേടവും പറമ്പൊക്കെ വല്ലവന്റെ കീശയിലായില്ലേ. ഇനി എന്താ ഇവിടെ വിൽക്കാൻ ബാക്കി? ഈ പൊരയും പത്രാസോ അത് തന്നെയല്ലേ ഉള്ളൂ. ഓനോട് പറയും നമ്മുടെ ബാപ്പാണ്ടാന്ന്. ഇവൻ ചെയ്യണ ചെയ്തല്ലേ ശരിയാണെന്ന് ചോദിക്ക്. ആ എണ്ണക്കാരൻ മൈമതിന്റെ മോട പിന്നാലെ ചുറ്റണത് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയും. മടപ്പുള്ളിക്കാരുടെ മൊസറുകളുടെ പണിയാണ് ഓ കാട്ടുന്നത്. ചോദിക്ക്. മുത്തുബീനെ ഉമ്മർ കെട്ടുകൊണ്ട് മണപ്പുള്ളിയുടെ മൊസറ് പോവെങ്കിൽ ഈ ഉമ്മർ മണപ്പുള്ളിയിൽ അല്ലെന്ന് കൂട്ടിക്കൊള്ളി. അല്ലേലും ഉമ്മാനെ കരുതിയിട്ടാ നമ്മൾ ഈ പൊരയിൽ കാലെടുത്ത് കുത്തുന്നത്. നിങ്ങൾ എളാപ്പുകാർ നമ്മളോട് കാണിക്കുന്ന സ്നേഹം കൊണ്ടാ നമ്മൾ ഈ ബാപ്പാന്റെ കോപ്രായങ്ങളൊക്കെ സഹിക്കുന്നത്. നിർത്താൻ പറയോ ഓന്റെ ന്യായം പറച്ചില്? നമ്മളെ മയ്യത്തെടുക്കും വരെ എണ്ണക്കാരന്റെ മോളെ ബീഡറാക്കാന്നുള്ള ഇവന്റെ പൂതി വേണ്ടാന്ന് പറഞ്ഞ കലകുട്ടി. അതിന് ബാപ്പാന്റെ ബാക്കിയെങ്കിൽ നമ്മളൊരു ബാക്ക് പറഞ്ഞ ബാപ്പയും മോനും കൂടി ബൈക്ക് ഉണ്ടാക്കിയിട്ട് ബയ്യാണ്ട് കിടക്കണ ഇത്താത്തനെ ബസ്സിപ്പിക്കണ്ട. കേറി പോകത്തേക്ക്. ഇത്തറവാട്ടിൽ ആകെയുള്ള ഒരു ആൺകുട്ടിയാ. ഓനല്ലാണ്ട് വേറെ നമുക്ക് ആരാള്ളത്? ആ ബിസാര ഹറാം പറഞ്ഞൊന്നുമില്ലല്ല. ഈ ഹംസയും കുഞ്ഞാമതും കൂടെ തലേ കയറ്റിയിരുന്നിട്ട് അവൻ ഇങ്ങനെ പിടക്കായത്. നിങ്ങളെ തന്നെ പറഞ്ഞോളി ഈ നിക്കാതെ നടക്കൂല്ലെന്ന്. ഈ ചന്ദ്രമാസം കഴിഞ്ഞ രസല്ലേ സുബൈദ കൊണ്ടോട്ടി നേർച്ച? അതെ ഉമ്മ. എന്താണ് ഉമ്മ, പുതിയ വിശേഷങ്ങൾ വല്ലതും ഉണ്ടാ? ഉമ്മാക്ക് എന്ത് പുതിയ വിശേഷം? ഒരു വിശേഷമുണ്ട്, പറയണോ വേണ്ടേന്ന് ആലോചിക്ക. ഉമ്മ അറിയാണ്ട് ഇവളോട് കൊണ്ടോട്ടി നേർച്ചേന്റെ കാര്യം ഒന്ന് ചോദിച്ചു പോയി. നേർച്ചയെന്ന് കേട്ടപ്പോ സുബൈദന്റെ കണ്ണ് കലങ്ങി. എന്തിനാണ് ഉമ്മ? ഇവളെ ഉമ്മയും ബാപ്പയും നേർച്ച കണ്ട് മടങ്ങി വരുമ്പോഴല്ലേ തോണി മുങ്ങി മരിച്ചത്. അന്ന് സുബൈദയ്ക്ക് വയസ്സ് 18. 2 കുഞ്ഞു കുട്ടികൾ ഒക്കത്തും അബ്ദുവിന്റെ കയ്യും പിടിച്ചല്ലേ ഓൾ ഇവിടുത്തെ പഠിക്കൽ വന്ന് കുതിർന്നത്. അല്ല ഈ വല്ലത് കഴിച്ചോ? കഴിച്ചു. ആ അനക്കും വേണ്ടി ഞാൻ അരിച്ചാക്കര ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആമിന, എന്താ ഉമ്മ? അന്റെ ഇക്കാക്കക്ക് ഇത്തിരി അരിച്ചാക്കര എടുത്ത് കൊടുക്ക്. അരിച്ചക്കറി ഇല്ല, നുറുക്കില്ല, ഒരു ബാക്കിയില്ല. എന്തേ എന്റെ കുഞ്ഞിപ്പെങ്ങറ മോറ് മൂങ്ങന്റെ മാതിരി ഇരിക്കണത്? ജിക്കാനോട് പിണങ്ങിയിരിക്കുക. അബ്ദു ഈജും നമ്മളും ഒക്കെ കുട്ടിക്കാലത്ത് ഒരുമിച്ച് മണ്ടിപ്പാഞ്ഞ് നടന്നവരാ. പക്ഷേങ്കി ഈ ഇപ്പൊ കുട്ടിയല്ല, വളർന്ന വലിയ പെണ്ണായിരിക്കുന്നു. മുന്തിയ തറവാടാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അനക്കറിയാലോ, ബാപ്പ കേസാക്കി പാടവും പറമ്പും എല്ലാം പണയത്തിലാക്കിയിരിക്കുന്നു. ഇനി ഈ ഒരു ചീത്തപ്പേരോട് ഉണ്ടാക്കിയ അബ്ദുവിന്റെ അടുത്ത് മിണ്ടിയ ചീത്തയാവോ? ആളുകൾക്ക് പറയാൻ അതൊക്കെ മതി. ബാപ്പ എളാപ്പാനോ ഒക്കെ അറിഞ്ഞാ എന്താവും അറിയോ എനക്ക്? ഇവിടെ ഉള്ളവരുടെ താടിയും മുടിയൊക്കെ മുറിച്ച് നടന്ന ഒസാന ഇദ്രോസിന്റെ മോന് മണപ്പുള്ളിയിലെ പെണ്ണിനെ കൊടുക്കുവോ ചേക്കുട്ടി മുതലാളി? നല്ല കാര്യമായി.
ഇജ്ജ് ബെറുക്കനെ പടച്ചോനെ കൊത്തി വലിക്കാണ്ട് ഒല്ലത്തിരുന്നോ. എനിക്ക് മാത്രമേ ഉള്ളൂ ഈ ബലക്കൊക്കെ. ഇക്കാക്ക മുത്തപ്പനെ കെട്ടാൻ പോവാന്ന് ഈ നാട് മുഴുവനും പറയുന്നുണ്ടല്ലോ. അതിനുമില്ല ബാപ്പാന്റെ ബലക്ക്. നമ്മൾ അബ്ദുനെ മാത്രം എനിക്കാ കഴിക്കൂ. ഈ കരയണ്ട. കരയും. നിങ്ങക്കെന്താ കുഞ്ഞു പെങ്ങളാ പൊന്നു പെങ്ങളാന്നൊക്കെ ബെറുക്കന് പറയാ. ഇഷ്ടമല്ല നിങ്ങക്ക് എന്നെ. അന്റെ മോഹം നമ്മൾ നടത്തിത്തരാം. പക്ഷേക്ക് നമ്മൾ പറയണ പോലെ ഈ കേൾക്കണം. ഞമ്മക്ക് സ്വന്തമായിട്ടൊരു കുടി ഉണ്ടാകുന്നവരെ ഈ കാത്തിരിക്കണം. എന്നിട്ട് അന്നേം കൂടെ നമ്മൾ ആ കുടിയിലേക്ക് കൊണ്ടുപോകും. പിന്നെ ഞങ്ങൾ രണ്ടാളെ മുസ്ലിയാരെ മുമ്പിൽ കൊണ്ടുപോയി കാര്യം പറയും. ഓരോ മുമ്പിൽ ഈ കബൂല് മൂളിയാല് പിന്നെ ബാപ്പാക്കൊന്നും ചെയ്യാൻ കഴിയൂല. അത് വരക്കും നിങ്ങളെ കളിയും ചിരിയൊക്കെ ഒന്നും വേണ്ടാന്ന് വെക്കണം. തെരിയണ്ട എനക്ക്. എന്റെ റൂളി പെൻസിലിന്റെ കാര്യല്ലേ കൂർപ്പിച്ചുമ്പോ കൈ മുറിയാണ്ട് വായിക്കാം. ജോലം കഴിച്ചായിസ രണ്ടാളും ഉള്ളി പൊക്കോളി. എന്താണ് നമ്മുടെ പുന്നാരിത്താത്ത എന്റെ മോറ് കടന്നല് കുത്തിമാരി വീർത്തിരിക്കണത്. അന്നോടൊരു കാര്യം പറയാനുണ്ട്. പറയുമ്പോ ഇത്തിരി വിഷമം തോന്നുമായിരിക്കും. പക്കെങ്കില് നടക്കാത്ത അരി ഉള്ളിൽ വെച്ച് വളർത്തണ്ടെന്ന് കരുതി പറയാ. എന്താന്ന് ചെങ്ങൾ പറയത്താത്ത. ആമിനാന്റെ അരിയാ. എന്തായോക്ക് ഈ ഉള്ള കനവ് കണ്ടോണ്ട് കഴിയണ്ട. അത് നടക്കൂല. എന്താ ഇത്തത്തെ പറയണേ? ഹൊസൈൻ ഐദോസിന്റെ മോന് ചേക്കുട്ടിയൊലാളിന്റെ മോടെ മേല് പൂതി ഉണ്ടാവാൻ പാടില്ല. പഠിച്ചോൻ അത് ഇഷ്ടമല്ലെന്ന് വിചാരിച്ചാളാ. ഞാൻ പറയണതല്ല, മടപ്പുള്ളി കേട്ട വർത്താനാ. ഇന്ന് വെളുത്തപ്പോഴാണ് ഇത്താത്ത ഓള് ചേക്കുട്ടിയുടെ മോളും നമ്മുടെ ബാബ ഹൈദ്രോസ് ആയത്. വരമ്പത്തുനിന്ന് ചെളി വികണ്ടെന്നും ഒറ്റത്തടി പാലത്തുമേൽ നിന്ന് വെള്ളത്തിൽ വികണ്ടെന്നും കരുതി തോളിലും തലയിലും ഇരുത്തി ഓത്തുപള്ളിക്കൊടുത്തി പോയിരുന്ന കാലം മുതല് അബ്ദുവിന്റെ ആമിനാന്നും ആമിനാന്റെ അബ്ദു എന്നും രണ്ടാളും ഉള്ളിൽ ഉറപ്പിച്ച. ഇനി അത് മാറൂല. പടച്ചോന് വേണമെങ്കിൽ രണ്ടാളും ഒരുമിച്ച് ജീവിക്കും, വേണ്ടെങ്കിൽ ഒരുമിച്ച് ചാവും. ഓന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാ അത് തന്നെ നടക്കും. വലിക വലിക 6 കൊല്ലം കൊടുത്ത് ഹംസക്കാക്ക്. അസാമിൽ എത്തിച്ച് തൂക്കാൻ വിധി ഉണ്ടായില്ലല്ല. എന്തിനാണാപ്പാ നിങ്ങൾ വെട്ടാനും കുത്താനും ഒക്കെ പോയത്? ഇജ്ജി കരണ്ടടാ. 6 കൊല്ലം എന്റെ ഇളയപ്പ പേശിയാക്കി പോയെന്ന് വിചാരിച്ചാ മതി. പിന്നെ അന്റെ നിക്കാഹിന് പരോളിൽ ഇറങ്ങിയിട്ട് ഞമ്മള് വരും. എന്തായി? കണ്ണൂര് ജയിലാണുങ്ങൾക്കുള്ളതാ. പോയിട്ട് വേടാ.